ഇന്നൊരു സ്പെഷ്യൽ ഉണ്ണിയപ്പമായാലോ? ഉണ്ണിയപ്പത്തിൽ എന്താ ഇത്ര സ്പെഷ്യൽ എന്ന് ചിന്തിച്ചോ? എന്നാൽ ഇതിലൊരു സ്പെഷ്യൽ ഉണ്ട്. അപ്പോൾ എന്താ സ്പെഷ്യൽ എന്ന് നോക്കിയാലോ? ഇക്കൊല്ലത്തെ ആദ്യത്തെ ചക്ക എനിക്കും കിട്ടിയിട്ടാ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടാ. അപ്പോൾ ദാ നല്ല അടിപൊളി ഒരു വരിക്കച്ചക്കയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടാ. അപ്പോൾ തന്നെ പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല കളറിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു പീസ് കഴിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇയാളെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചക്കച്ചുള എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു 2 കപ്പാണ് അളവുള്ളത്. ഇനി അതേപോലെ തന്നെ 1 കപ്പ് അളവിൽ റവ എടുക്കുക, 1 കപ്പ് അളവിൽ മൈദയും കൂടി എടുക്കുക, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാക്കൊത്തും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അത് 1.5 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 1.5 കപ്പ് അളവിലുള്ള വെള്ളം തന്നെ കൃത്യമായിട്ട് എടുക്കുക. ചെറിയ ചൂടൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കുക. റവ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ആ സമയം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ നെയ്യിലേക്ക് നമ്മൾ എടുത്തു വെച്ച 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടോ. ഈ തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വറവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം കേട്ടോ. ഇപ്പോൾ ഞാനിത് കോരി മാറ്റിയിട്ട് അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ച ചക്ക ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ചക്ക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇത് ഈ നെയ്യിൽ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. കുറച്ച് സമയം വാട്ടിയാൽ മതി, നന്നായിട്ട് വഴണ്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ നെയ്യൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ട് ഇതിൽ ചെറിയ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കുന്നത്. ഒന്നെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കട്ടോ. ഇപ്പോൾ കണ്ട അതിലുള്ള അത്യാവശ്യം വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിത് കുക്കായോ എന്ന് അറിയണമെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും, ചക്ക നന്നായിട്ട് വെന്തൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. ആ സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുക. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുതിരാൻ വെച്ച റവ എടുത്ത് കൊണ്ടുവരാം. അതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. നല്ല രീതിയിൽ തന്നെ ഇളക്കിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചക്കയുടെ കൂട്ടിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെറിയ ചൂടൊക്കെ ഉണ്ട് ചക്ക, ആ സമയത്ത് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. നന്നായിട്ട് ചൂടൊന്നും അറിയിട്ടൊന്നുമില്ല. ആ സമയത്ത് നമുക്ക് ഈ റവയുടെ കൂട്ടിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഈ സമയത്ത് റവ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാകും. അത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മൈദം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മൈദ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് വെള്ളമൊന്നും ആവശ്യമില്ല, ഈ ഒരു വെള്ളത്തിൽ തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ മുറിഞ്ഞ് വീഴുന്ന രീതിയിൽ. അതിലേക്ക് ഇനി നമുക്കൊരു 1/4 ടീസ്പൂണ് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പഞ്ചസാര ചേർത്തിട്ടാണ് ഏലക്ക പൊടിച്ചെടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഒരു വൈറ്റ് കളറുള്ളത് കേട്ടോ.
അതിനുശേഷം നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം. 1 മണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നന്നായിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം വെള്ളത്തിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് തന്നെ ഉണ്ട്. വെള്ളത്തിൻ്റെ അളവൊന്നും കൂട്ടി കൊടുക്കുക അല്ലെങ്കിൽ ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് നിങ്ങൾ ഈ മിക്സ് കട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ എടുത്ത ഒരു കൂട്ടിലേക്ക് ഇത് പാകമായിരുന്നു. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം ഓരോ തവിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി കൊടുക്കുക കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് കൂട്ടി കൊടുത്തതിന് ശേഷം ഓരോ കുഴിയിലേക്കും ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാത്തിലും ആയതിനു ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്കാക്കി എടുക്കുക. ഇപ്പോൾ കണ്ടോ സെൻറ്റർ ഭാഗം നന്നായിട്ട് ചൂടായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ളത് ഒഴിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ആദ്യത്തത് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് നല്ല ബോൾ പോലെ ആയി കിട്ടും ഈ ഉണ്ണിയപ്പം. നല്ല സോഫ്റ്റായി ഈ ഉണ്ണിയപ്പം കേട്ടോ. പുറമേ നല്ല ക്രിസ്പിയൊക്കെ ഉള്ള ഒരു അടിപൊളി ഉണ്ണിയപ്പമാണ്. തീർച്ചയായിട്ടും ഈ സ്പെഷ്യൽ ഉണ്ണിയപ്പം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കൂലേ? എന്തായാലും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 അച്ച് ശർക്കരയാണല്ലോ ഈ ഒരു മാവിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ചക്ക നല്ല മധുരം ഉണ്ടെങ്കിൽ നിങ്ങളൊരു 3 അല്ലെങ്കിൽ 4 ശർക്കര ഇട്ടാൽ മതിയാകും കേട്ടോ. അപ്പോൾ എൻ്റെ ചക്ക അത്ര തന്നെ മധുരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. ഈ ഒരു 5 അച്ച് ശർക്കര ഇതിലേക്ക് പാകമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ കുക്കാക്കി എടുക്കുക. ഫുള്ളായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ പുറമെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് കോരി മാറ്റാം. പെട്ടെന്ന് അടിപൊളി ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കിയില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഉണ്ണിയപ്പം. ചക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണല്ലോ അല്ലേ? അപ്പോൾ ഉണ്ണിയപ്പം അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുമ്പോഴോ അടിപൊളിയായിരിക്കും. തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ മുഴുവനായിട്ടും ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിക്കൂല കേട്ടോ ഈ ഉണ്ണിയപ്പം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിവിടെ സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഉണ്ണിയപ്പമാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.